എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടിനടുത്തുള്ള മങ്ങാട്ടുകുളത്തിൻ്റെ ഉദ്ഘാടന പരിപാടികളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് നാഗലശ്ശേരി പഞ്ചായത്തിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. ഈ കുളത്തിൻ്റെ ഉദ്ഘാടനം മന്ത്രി MP രാജേഷാണ് നിർവഹിക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ കുളത്തിലേക്ക് കുളിക്കുവാൻ ഇപ്പോൾ തന്നെ അന്യ നാട്ടിൽ നിന്നടക്കം ആളുകൾ വരുന്നുണ്ട്.
വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് അവർകൾ,
നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ വി ബാലചന്ദ്രൻ അവർ, മറ്റ് പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, കർഷകർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സംസ്ഥാന സർക്കാരിൻ്റെ 2023-24 ബജറ്റിൽ ഉൾപ്പെടുത്തി നവീകരിച്ച തൃത്താല നിയോജക മണ്ഡലത്തിലെ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ചെറുചാൽപ്പുറം പ്രദേശത്തുള്ള മങ്ങാട്ടുകുളം പ്രവൃത്തിയുടെ പൂർത്തീകരണോദ്ഘാടനമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. പ്രദേശത്തെ ജലദൗർലഭ്യം കുറയ്ക്കുന്നതിനും ചെറുചാൽപ്പുറം പാടശേഖരത്തേക്കുള്ള ജലസേചനത്തിനും പൊതുജനങ്ങൾക്ക് കുളിക്കാനും മറ്റും ഏറെ ഉപകാരപ്രദമായ മങ്ങാട്ടുകുളം നവീകരണ പ്രവൃത്തിക്ക് അംഗീകാരം ലഭിക്കുവാൻ വേണ്ടി പ്രത്യേക താൽപ്പര്യമെടുക്കുകയും ആവശ്യമായ എല്ലാ ഇടപെടലുകൾ നടത്തുകയും ചെയ്ത ബഹുമാനപ്പെട്ട തൃത്താല MLA-യും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ MP രാജേഷ് അവറുകളാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയെ ഏറെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ വി ബാലചന്ദ്രൻ അവറുകളാണ്. ശ്രീ വി ബാലചന്ദ്രൻ അവറുകളെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ആശംസ അർപ്പിക്കുന്നതിനെത്തിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി VP ഷാനിബ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി PV പ്രിയ, വാർഡ് മെമ്പർ ശ്രീ TV, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ വി ബാലചന്ദ്രൻ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയായ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യമന്ത്രി ശ്രീ MP രാജേഷ്, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ, ജനപ്രതിനിധികളെ, ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കുളങ്ങളും മറ്റ് ജലസ്രോതസ്സുകളും പരമാവധി സംരക്ഷിച്ചും നിർമ്മിച്ചും മുന്നോട്ട് പോവുക എന്ന ഒരു സമീപനം തന്നെയാണ് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തും കൈക്കൊണ്ടിട്ടുള്ളത്. സംസ്ഥാന സർക്കാരാണ് വലിയ വിഭവ സ്രോതസ്സുള്ള ഒരു അധികാര റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടുള്ള ശ്രീ ബിജു K ആണ്. മൈനറിഗേഷൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അവർ, ഉദ്ഘാടകന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ MP രാജേഷ് അവർ, തദ്ദേശ ഭരണ എക്സൈസ് പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രി, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാരെ, സംസ്ഥാന സർക്കാരിന്റെ 23-24 ബഡ്ജറ്റിൽ പാലക്കാട് ജില്ലയിൽ തൃത്താലം നിയോജക മണ്ഡലത്തിലെ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മങ്ങാട്ടുകുളം നവീകരണം എന്ന പ്രവൃത്തിക്ക് 1 കോടിയാണ് വകയിരുത്തിയിരുന്നത്. ജലവകുപ്പ് സെക്രട്ടറിയുടെ 18/1/24 സർക്കാർ ഉത്തരവ് 49/2024 പ്രകാരം പ്രവൃത്തിക്ക് ഭരണാനുമതി മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ 21/2/24 സാങ്കേതിക അനുമതി ലഭിച്ച വർക്കുകൾ ശ്രീ V കുഞ്ഞാമുഹമ്മദ് എന്ന കരാറുകാരനായിട്ട് 82 ലക്ഷം രൂപക്കാണ് കരാർ ഉടമ്പടിയിൽ ഏർപ്പെടുകയും 26/9 പ്രവൃത്തിക്കുള്ള സ്ഥലം കൈമാറ്റം ചെയ്തതുമാണ്. തൃത്താല നിയോജകമണ്ഡലത്തിലെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സുസ്ഥിര തൃത്താല എന്ന പദ്ധതിയിൽ പെടുന്ന ഒരു പദ്ധതിയാണിത്. നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി കുളത്തിലെ ആഴം കൂട്ടൽ, കുളത്തിന്റെ 4 വശം കരിങ്കൽ സംരക്ഷണ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ വി ബാലചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷാനിബ ടീച്ചർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ബിജു, വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ, പാടശേഖര സമിതിയുടെ സെക്രട്ടറി ടി രാജൻ, BP അഷ്റഫ്, ബാബു നാസർ, ശ്രീമതി പ്രിയ തുടങ്ങി വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്ന് മാറി നിന്ന് അവിടെയുള്ള ആൾക്കാർക്ക് കൂടി കാണാം. അവിടെ കുറെ പേർ നിൽക്കുന്നുണ്ടല്ലോ. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് 1 കോടി രൂപ മാങ്ങാട്ടുകുളത്തിന് അനുവദിച്ചത്. ആ 1 കോടി രൂപ ചെലവിൽ അതിമനോഹരമായി
സമയബന്ധിതമായി കാലതാമസമില്ലാതെ മാങ്ങാട്ടുകുളത്തിന്റെ പണി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അത് വളരെ വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപനം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഉദ്ഘാടനമൊക്കെ നാട്ടുകാർ നേരത്തെ നടത്തിയിട്ടുണ്ട് അല്ലേ? ഞാൻ ഇതിനിടയ്ക്കൊരു ദിവസം ഇവിടെ കാണാൻ വന്നിരുന്നു. അപ്പോ അനേകം ആളുകൾ കുളത്തിൽ കുത്തിമറിയാണ്. സന്തോഷമുള്ള കാഴ്ചയാണ്, വളരെ സന്തോഷമുള്ള കാഴ്ചയാണ്. മാങ്ങാട്ടുകുളം നേരത്തെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കാണാൻ. ഇത് അങ്ങനെയാണ് ഈ കുളം നിർമ്മിക്കാൻ പണം അനുവദിക്കണം എന്ന് തീരുമാനിച്ചത്. ഇവിടുത്തെ പൊതുപ്രവർത്തകരുടെ ആവശ്യപ്രകാരം കാണാൻ വന്നു. ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ജലസ്രോതസ്സായിരുന്നു, തകർന്ന് കിടക്കുകയാണ്, കുറെ അധികം പൈസ വേണ്ടിവരും, പഞ്ചായത്ത് കൂട്ടിയാൽ കൂടുന്നതല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അതിന് ബജറ്റിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചത്. വെറുതെ ഒരു കുളം ആഴം കൂട്ട് മാത്രമല്ല ചെയ്തത്. നിങ്ങൾക്ക് കാണാവുന്നത് പോലെ ഇതൊരു മനോഹരമായ സ്ഥലമാക്കിയിട്ട് മാറ്റി, അതിഗംഭീരമാക്കിയിട്ട് മാറ്റി. അതുകൊണ്ടിപ്പോ ഈ മാങ്ങാട്ടുകുളം വൈറലാണ്, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വൈറലാണ്. പല ഭാഗത്ത് നിന്ന്, തൃത്താലയിൽ നിന്ന് മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ഇവിടെ കുളിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. നമുക്ക് അതിലൊന്നും ആക്ഷേപമൊന്നുമില്ല, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അപ്പൊ അത് ഇപ്പൊ എല്ലായിടത്തും പ്രചരണമായി. ഇപ്പൊ ഒരുപാട് പേര് വിളിക്കുകയാണ് കൂടുതൽ കുളം ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതുപോലെ ഇനി വലിയ 2 കുളം കൂടി വരാനുണ്ട്. ഒന്ന് ഉദ്ഘാടനമായി, പണി കഴിഞ്ഞു. അത് കപ്പൂർ പഞ്ചായത്തിലെ ചിറക്കുളമാണ്. 2021 ഇലക്ഷൻ നിൽക്കുമ്പോൾ മാർച്ച് 22 ലോക ജലദിനമാണ്. അന്ന് ലോക ജലദിനത്തിന് പ്രചരണം തുടങ്ങിയത് ഈ കപ്പൂർ പഞ്ചായത്തിലെ ചിറക്കുളത്തു നിന്നാണ്. അന്ന് പറഞ്ഞിരുന്നു അതുപോലെ തകർന്ന് അനാഥമായിട്ട് കിടക്കുക. എല്ലാവർക്കും നമസ്കാരം. നമ്മള് നാഗലശ്ശേരി പഞ്ചായത്തിലെ മാങ്ങാട്ടുകുളം ഉദ്ഘാടന വേളയിലാണ്. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഈ മാങ്ങാട്ടുകുളത്തിന് ബജറ്റിൽ ഉൾപ്പെടുത്തി 1 കോടി അനുവദിച്ച മന്ത്രി MP രാജേഷ് അവർക്ക് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് പറയാണ്, ഞങ്ങളെ 2-3 കൊല്ലമായിട്ട് ഞങ്ങൾ വീട്ടിൽ വേനൽക്കാലായ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന സമയമാണ്. അപ്പം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ചെലവിൽ ഒരു കിണർ റീചാർജിങ് നടത്തി. ഇപ്രാവശ്യം ആ ബുദ്ധിമുട്ടുണ്ടായിട്ടേ ഇല്ല. അത് ആദ്യമായിട്ട് അറിയിക്കാം. പിന്നെ നമ്മൾ വികസനം എന്നിങ്ങനെ കൺമുന്നിൽ കാണാനല്ലേ, റോഡ്, പിന്നെ അതേപോലെ സ്കൂളുകൾക്ക്, ആശുപത്രികൾക്കൊക്കെ കെട്ടിടങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഈ മണ്ഡലത്തിൽ തീരെ നടപ്പിലാക്കാത്ത പദ്ധതികളാണ് ഈ 4 വർഷമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് സുസ്ഥിര തൃത്താല, അതേപോലെ അൻപോടെ, പിന്നെ അതേപോലെ എൻലൈറ്റ്, വ്യത്യസ്തമായ സാധാരണക്കാരിൽ. ബഹുമാനപ്പെട്ട നമ്മുടെ തൃത്താലയുടെ ആദരണീയനായ മന്ത്രി MP രാജേഷ് അവർ, നാഗലശ്ശേരി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, മറ്റു ജനപ്രതിനിധികൾ, ഇവിടെ സന്നിഹിതരായ മറ്റു നാട്ടുകാരെ, സുഹൃത്തുക്കൾ, നാഗലശ്ശേരി പഞ്ചായത്തിൻ്റെ 5ാം വാർഡിൽ കഴിഞ്ഞ 5-6 വർഷക്കാലമായി ഇവിടുത്തെ പൊതുപ്രവർത്തകരുടെ ആവശ്യപ്രകാരവും ഈ നാട്ടുകാരുടെ ആവശ്യപ്രകാരവും നിരന്തരമായി ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയാണ് മാങ്ങാട്ടുകുളം പിന്നെ പുനരുജ്ജീവിപ്പിക്കണമെന്ന്. അതിന് പലതരത്തിലുള്ള പല കാര്യങ്ങളും ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമായി പലരുടെ ഭാഗത്തുനിന്നും ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന രൂപത്തിലൂടെ പല ആളുകളുടെയും ഭാഗത്തുനിന്ന് നമുക്ക് ഇന്ന് പഴിയേറേണ്ടി വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈ സദസ്സിലെ അധ്യക്ഷനായി എത്തിയിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലചന്ദ്രൻ, അതുപോലെ തന്നെ ഈ കുളത്തിൻ്റെ ഉദ്ഘാടനം
നിർവഹിച്ച തദ്ദേശ സ്വയംഭരണ എക്സൈസ് കാര്യാലയ മന്ത്രി രാജേഷ് അവർ, അതുപോലെ തന്നെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാലി ടീച്ചർ, നമ്മുടെ വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ, CPM-നെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നാഗലശ്ശേരി LC സെക്രട്ടറി അഷറഫ്, എഞ്ചിനീയർ, കോൺട്രാക്ടർ, ഈ നാട്ടിലെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന നല്ലവരായ എല്ലാ നാട്ടുകാരെയും, കർഷക സുഹൃത്തുക്കളെയും, സഹോദരന്മാരെയും, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ മാങ്ങാട്ടുകുളം എന്ന സ്വപ്നം ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. നാമെല്ലാം പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമ്മുടെ മന്ത്രിയുടെ പ്രത്യേക ഇടപെടൽ മൂലം 1 കോടി രൂപ 23-24 വർഷത്തിൽ ഈ കുളത്തിനു വേണ്ടി അനുവദിച്ചപ്പോൾ നമ്മൾ പല പ്രദേശത്തും ഫ്ലക്സ് വെച്ചിട്ടുണ്ടായി. ആ ഫ്ലക്സിനെ കളിയാക്കിയതാണ് ഇന്നത്തെ ഈ ചടങ്ങ് നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഇത് നടപ്പിലാവില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവർ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അവർക്കൊരു മറുപടിയാണ് ഇന്നത്തെ ഉദ്ഘാടനം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി, വേദിയിലെ ജനപ്രതിനിധികൾ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നാടിൻ്റെ അഭിമാനമായി നമുക്ക് മാങ്ങാട്ടുകുളം വീണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. 1976-ൽ ഈ കുളം മഹാകഷ്ടമായിരുന്ന കാലത്ത് അന്ന് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് സഖാവ് മാധവേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ അതിനുള്ളൊരു പരിശ്രമം നടന്നത്. അന്ന് ഇവിടുത്തെ കുട്ടനായർ, സ്വാമിനായർ എന്ന കുട്ടനായർ, കുണ്ടപ്പുറത്ത്, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കുളം പൊതു ആവശ്യത്തിന് വിട്ടു നൽകിയത് അവരായിരുന്നു. അത് ഏറ്റെടുത്ത് അന്നത്തെ പിറപ്പ് പദ്ധതി പ്രകാരമുള്ളൊരു താൽക്കാലിക പണി അച്യുതൻ നായർ ഉൾപ്പെടെയുള്ള അന്തരിച്ചു പോയവരാണ് അവരെ സ്മരിച്ചുകൊണ്ട് തന്നെ അഭിമാനത്തോടെ നമ്മുടെ നാടിന് ഇത് വീണ്ടെടുക്കാൻ കഴിഞ്ഞത് മന്ത്രി രാജേഷ് നമുക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ വന്നപ്പോൾ കുമാരൻ നായർ ഉൾപ്പെടെയുള്ള കൃഷിക്കാർ തങ്ങളുടെ ഉണങ്ങിയ കഴുങ്ക് കാണിച്ചാണ് ഇത് പരിഹരിക്കുന്നതിന് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത്. തത്സമയം തന്നെ സാധ്യമായത് ചെയ്യുമെന്ന് ഉറപ്പാണ് സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ മന്ത്രി ഈ രാജേഷ് പറഞ്ഞത്. അത് നമുക്ക് നാടിനായി അഭിമാനത്തോടെ തന്നിരിക്കുന്നു. ഇന്ന് ചെറിയാൽപ്പുറം നിവാസികൾക്കാണ് നേരിട്ട് അതിന്റെ കാർഷിക ആനുകൂല്യം, വെള്ളത്തിന്റെ ലഭ്യത ലഭിക്കുമെങ്കിലും നാടാകെ കോൾമയിൽ കൊള്ളുകയാണിത് കണ്ടിട്ട്. അഭിമാനമുണ്ടതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തൃത്താല മണ്ഡലത്തിൽ ഇതുപോലെ ഒരു സംവിധാനത്തിലേക്ക് ഒരു കുളത്തെ മെച്ചപ്പെടുത്തി എടുത്തിട്ടില്ല. കുറെ കുളങ്ങളുണ്ട്, ചിലവരൊക്കെ പറയും കൊളാക്കിയെന്ന്. ഇത് കൊളാക്കി തന്നെയാണ്. കാണാമല്ലോ നമ്മുടെ കുളം. ഈ കുളം നാടിന് അഭിമാനമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ സഹകരിച്ചിട്ടുള്ള നാട്ടുകാർ, ഉടമകൾ, അയൽപ്പക്കത്തെ കൃഷിക്കാർ, ഇതുമായി ബന്ധപ്പെട്ട കരാറുകാരൻ, ഉദ്യോഗസ്ഥർ, എല്ലാവർക്കും ഈ നാടിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്കും ഇവിടുത്തെ ഒരു കർഷക പ്രതിനിധി എന്നുള്ള നിലയ്ക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. അഭിമാനപൂർവ്വമാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിനെ ഏറ്റവും ഭംഗിയായി മന്ത്രി തന്നെ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ വൃത്തി സംരക്ഷിച്ചു പോകാനുള്ള ശ്രമം അദ്ദേഹം ഇപ്പോൾ പരിപാടിയോടെ അവസാനിക്കുകയാണ്. നാഗലശ്ശേരി പഞ്ചായത്തിലെ മാങ്ങാട്ടുകുളത്തിന്റെ പൂർത്തീകരണ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് തൃത്താല MLA-യും ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ MP രാജേഷ് അവർകളാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയെ ജലസേചന വകുപ്പിന്റെ പേരിൽ ഊഷ്മളമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്
ശ്രീ ബാലചന്ദ്രൻ അദ്ദേഹത്തിന് ജലസേചന വകുപ്പിന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച മറ്റ് ജനപ്രതിനിധികൾ, നാട്ടുകാർ, കർഷകർ എന്നിങ്ങനെ എല്ലാവരോടും ജലസേചന വകുപ്പിന്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.